എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബഡ്ജറ്റ് ഡേ ആയിരുന്നല്ലോ. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കിയുള്ള ഒരു സംഗതിയായിരുന്നു. അത്രയും വേഗത്തിലാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അതായത് 11 മണിക്ക് ശേഷം ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു എന്നുള്ളത്. വളരെ സ്പീഡിലാണ് ഓരോ ക്യാൻഡുകളും ഫോം ആവുക. നോക്കൂ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 11 മണിക്ക് ശേഷം ഏകദേശം 15 മിനിറ്റിൽ 355 പോയിൻ്റാണ് താഴത്തേക്ക് വന്നത്. അതിനുശേഷം അത് റിക്കവർ ചെയ്തതോ അതേപോലെ തന്നെ മേലേക്ക് റിക്കവറും ചെയ്തു. ഈ മാർക്കറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ്. 1-2 പേരൊക്കെ ടെലഗ്രാം പേഴ്സണിൽ വന്ന് ചോദിച്ചു, ഇന്നെന്താ സിഗ്നലൊന്നും ഇല്ലേ, വളരെ കുറവാണല്ലോ തന്നത്, എങ്ങനെ നമുക്ക് തരാൻ പറ്റും? നോക്കൂ, അതിനുശേഷം എത്രത്തോളം മാർക്കറ്റ് വീണ്ടും മേലേക്ക് വന്നു. ഇത്തരം മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാമെന്നാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പക്ഷേ നമ്മൾ 1-2 പോയിൻ്റുകൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഏത് ലൈൻ ബ്രേക്ക് ചെയ്താൽ എടുക്കാം, ഏത് ലൈൻ മേലേക്ക് പോയാൽ എടുക്കാം എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നത്തെ ബഡ്ജറ്റ് നല്ലതാണോ അല്ല മോശമാണോ, ഒരു ട്രേഡർക്ക് ഇന്നത്തെ ബഡ്ജറ്റ് എത്രത്തോളം ട്രേഡറെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അത് ടാക്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് സമ്പാദിച്ചു കഴിഞ്ഞാൽ ടാക്സ് കെട്ടണം. ഒരു വർഷത്തേക്ക് 2.5 ലക്ഷം രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ ടാക്സ് കെട്ടണം. അതിനെ ഇപ്രാവശ്യം ഈ ബഡ്ജറ്റിൽ 3 ലക്ഷമാക്കി കൂട്ടിയിട്ടുണ്ട്. 3 ലക്ഷം മിനിമം സമ്പാദിച്ചു കഴിഞ്ഞാൽ ടാക്സ് കെട്ടണമെന്നുള്ളത്. പക്ഷേ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു നിയന്ത്രണമില്ല. ഇപ്പോൾ 2.5 ലക്ഷം വർഷത്തിൽ, അല്ലെങ്കിൽ 5 ലക്ഷം, അല്ലെങ്കിൽ 1 ലക്ഷം, അല്ലെങ്കിൽ 10,000, അങ്ങനെ ഒരു നിയന്ത്രണമില്ല. 1,000 രൂപ സമ്പാദിച്ചാലും ശരി, 10,000 സമ്പാദിച്ചാലും ശരി, 1 ലക്ഷം സമ്പാദിച്ചാലും ശരി, എല്ലാറ്റിനും ടാക്സ് കെട്ടണമെന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് ടാക്സ് കൊടുത്തിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 15% നമ്മൾ ടാക്സ് കൊടുത്തിരുന്നത്. അതായത് ഒരു വർഷത്തിൽ നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു വർഷത്തിൻ്റെ കാര്യമാണ് കേട്ടോ. 1 ലക്ഷം രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ 15% ടാക്സ് കെട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് 15% എന്ന് പറയുമ്പോൾ നമുക്ക് 85,000 രൂപയാണ് ബാക്കി പ്രോഫിറ്റായിട്ട് നിൽക്കുന്നത്. അതിനു മുമ്പ് ഈ 1 ലക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടാവും? ഒരു ട്രേഡാണെങ്കിൽ ഏകദേശം ഒരു 9,000 10,000 രൂപയ്ക്ക് വരുള്ളൂ. ഒരു ട്രേഡ് മാത്രം എടുത്തിട്ട് ഒരു വർഷത്തേക്ക് 1 ലക്ഷം സമ്പാദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10,000 രൂപേന് ബ്രോക്കർ ഫീസ് പോകുള്ളൂ. അതേസമയം ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനെ സംബന്ധിച്ചിടത്ത് ഓരോ വ്യക്തികൾ 4, 5, 10 ട്രേഡ് വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മിനിമം ഒരു 5 ട്രേഡ് എന്ന് തന്നെ നമുക്ക് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രോക്കറേജ് വഴിക്ക് പോകുന്നത് 20,000 രൂപ പോട്ടെ, 15,000 രൂപ ആ വഴിക്ക് പോകുന്നുണ്ട് ബ്രോക്കർക്ക് മാത്രം. എങ്ങനെ? ഡെയിലി ഒരു 5 ട്രേഡ്. 2 തരത്തിലുള്ള ടാക്സുകളാണുള്ളത്. ഒന്ന് ഷോർട്ട് ടൈം ടാക്സ്, മറ്റേത് ലോങ് ടൈം ടാക്സ്. നമ്മളൊക്കെ ചെയ്യുന്നത് ഷോർട്ട് ടൈം, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഇൻട്രാഡേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് ടൈം. അതിനാണ് ഇപ്പോൾ 15% നമ്മൾ ഇത്ര കാലം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1 ലക്ഷം സമ്പാദിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ കയ്യിൽ ടാക്സും ബ്രോക്കറേജും പോയി കഴിഞ്ഞാൽ, ഈ 5 ട്രേഡിൽ ഒതുക്കുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്. 10 ട്രേഡാകുമ്പോൾ ഈ 15 എന്നുള്ളത് 20 ആവും. 20,000 രൂപ ബ്രോക്കർക്കാവും. അപ്പോൾ 1 ലക്ഷത്തിന് 15,000 രൂപ ബ്രോക്കർക്കും 15,000 രൂപ ഓക്കെ ബ്രോക്കറുടെ മാറ്റിയിട്ട് നമുക്ക് 85,000 രൂപ പ്രോഫിറ്റായി. ഈ പ്രോഫിറ്റിൽ നിന്നാണ് 85,000-ൽ നിന്നാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. 15,000 ബ്രോക്കറേജ് പോയി കഴിഞ്ഞാൽ പിന്നെ 85,000 അല്ലേ ബാക്കിയുള്ളൂ. ഈ 85,000-ന് നമ്മൾ 15% വെച്ചിട്ട് ടാക്സ് കൊടുക്കുമ്പോൾ ഏകദേശം എത്ര? 15 ഒരു 73,500 രൂപയോളം നമുക്ക് ബാക്കി വരുന്നു. ഓക്കെ, ഈ ടാക്സും ബ്രോക്കറേജൊക്കെ കഴിഞ്ഞിട്ട് 73,000 74,000-ന് ഉള്ളിലാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത്. അത് തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 15% എന്നുള്ളതിനെ 20% ആക്കിയിട്ടുണ്ട്.
നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വർഷം ട്രേഡ് എടുത്ത് ടെൻഷൻ അടിച്ച് മാനസിക പിരിമുറുക്കം സംഭവിച്ചു, നമ്മുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് അത് റിക്കവർ ചെയ്ത് 1,00,000 രൂപ നമ്മൾ സമ്പാദിക്കുമ്പോൾ ഇനി മുതൽ 20% ബ്രോക്കറേജ് 20% ടാക്സ് കെട്ടുമ്പോൾ നമുക്ക് 1,00,000 പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് 15,000 ബ്രോക്കറേജും പോയാൽ ബാക്കി 85,000-ൽ 20% പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താണുള്ളത്? 8 8 16 ബാക്കി 70,000 രൂപ. നമുക്ക് 1,00,000 സമ്പാദിക്കുന്ന 1,00,000 ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് ഇനി നമുക്ക് ബാക്കി വരാൻ പോകുന്നത് 70,000 രൂപ. ഓക്കെ, ഇനി നമ്മൾ ലോസ് ആയാലോ? ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ലോസ് ആണെന്ന് വെച്ചോളൂ, നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഈ മാർക്കറ്റിൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ക്ഷമിച്ച് കുറച്ച് ഒരു പരിശ്രമത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് 1,00,000-ൻ്റെ കണക്കാണെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം സമ്പാദിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടും. ഏത് 1,00,000-ൻ്റെ കണക്ക് ഇപ്പോൾ നമ്മൾ 30,000 രൂപ മൊത്തം നമുക്ക് ടാക്സിനും ബ്രോക്കറേജറിനും കൂടെ പോകുന്നുണ്ടെങ്കിൽ 5 ലക്ഷം സമ്പാദിക്കുന്നവർക്ക് 1.5 ലക്ഷമായി വർഷത്തിൽ. ഓക്കെ, അപ്പോൾ ഇനി ലോസ് നഷ്ടം വന്നവർക്ക് കൊടുക്കണോ? കൊടുക്കണം. ഒരു വർഷത്തിൽ നിങ്ങൾ എത്ര രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ ആ നഷ്ടത്തിൻ്റെ ശതമാനം വെച്ച് നിങ്ങൾ ലോസ് ആയാലും പണം കൊടുക്കണം. പക്ഷേ ഇത് കെട്ടി തന്നെ ആകണോ? കെട്ടിയാൽ നിർബന്ധമാണ് എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമാണ്. ഇപ്പോഴൊന്നും വരില്ല, അത് പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തായിരിക്കും ടാക്സ് റിട്ടേൺ വരിക എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി മാറ്റങ്ങൾ ഉണ്ടായേക്കാം, മാറ്റങ്ങളില്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയേക്കാം. ഇനി നമുക്ക് ഇന്നലെ കൊടുത്ത നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 24,670 എന്നുള്ള ഒരു ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം എന്നാണ് പറഞ്ഞത്. അതേസമയം താഴത്തേക്ക് വരികയാണെങ്കിൽ 24,360 ഈ 2 ലൈനാണ് നമ്മൾ കൊടുത്തത്. 1 അവർ ടൈം ഫ്രെയിമിൽ 24,360 താഴെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് പോകാം. 24,670 മുകളിലേക്ക് ട്രേഡ് എടുക്കുക എന്നുള്ള പോയിൻ്റാണ് ഇന്നലെ പറഞ്ഞത്. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമാണിത്. നമുക്ക് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് 24,568 അതിനുശേഷം താഴേക്ക് വരികയാണ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഒരു പക്ഷേ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ, അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, മാർക്കറ്റ് ക്രോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തി തിരിച്ച് താഴെ വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. നേരെ മുകളിലേക്ക് പോയി, പിന്നീട് അവിടുന്ന് ഒരു 2 ക്യാൻഡിലും കൂടെ 2 മണിക്കൂർ വെറും കൺസോളിഡേഷനിൽ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം ഞാൻ ഇന്നു കൂടെ പറയാം, നമ്മുടെ 15 മിനിറ്റിൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഇന്നും ഞാൻ ട്രേഡ് എടുത്തിരുന്നു. അത് ഇന്നു കൂടെയാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, നാളെ മുതൽ ചെയ്യുന്നതല്ല. ഇന്നും കൂടെ ഒരു ദിവസം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. നോക്കൂ, രാവിലെ മാർക്കറ്റ് 15 മിനിറ്റിൽ 23 ജൂലൈ 9:15 24,502 ക്ലോസ് ചെയ്തത്. 24,502 ക്ലോസ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്നും, അതായത് ഇത് ക്രോസ് ചെയ്തതിന് ശേഷം ലേസം റീടെസ്റ്റ് നടത്തി. ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്നും ട്രേഡ് എടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്നും എടുത്തു. എൻ്റെ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് ഞാൻ ഔട്ട് ഓഫ് ദ മണിയിലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു മൂവ്മെൻറ്റാണ് കിട്ടിയത്. പക്ഷേ 59 രൂപയുടെ 62 രൂപയുടെ സ്ട്രൈക്ക് എടുത്തിട്ട് എനിക്ക് 108 രൂപ വരെ പോയി. പക്ഷേ പിന്നീട് താഴെ വന്നപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. 97 രൂപയിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതായത് 830 രൂപയോളം. അത് ഞാൻ ടെലഗ്രാമിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നും അത് സക്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് പരീക്ഷിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് എല്ലാ ദിവസവും സക്സസ് ആയിക്കൊള്ളുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞതാണ്, സക്സസ് ആവുന്ന ദിവസം നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റും ലഭിക്കുന്നതാണ്. അതേസമയം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് നഷ്ടം സംഭവിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ,
ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 52,770 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ചാർട്ട് കിട്ടുള്ളൂ. 770 മുകളിൽ പോയാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ഓക്കെ, അത് ക്രോസ് ചെയ്തിട്ടില്ല. താഴത്തേക്കാണെങ്കിൽ 51,760 ഈ ഒരു മേഖല, അതും നിഫ്റ്റിയിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, താഴെ വന്നു ക്രോസ് ചെയ്തു, പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഹ്യൂജ് റിക്കവറിയാണ് ചെയ്തത്. നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. മാർക്കറ്റ് അത്രയും ഫാസ്റ്റായിരുന്നു. ഒന്ന് താഴത്തേക്ക് വന്ന് അതേ ലെവലിൽ തന്നെ മുകളിലേക്കും പോയി. ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ മുഴുവൻ നഷ്ടമാകും. അവസാനം ടാക്സും ബ്രോക്കറേജും കൊടുത്ത് തലവേദന മാറാത്ത ഒരവസ്ഥയിൽ മാറും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളോട്, ഓവർ ട്രേഡ് ഒഴിവാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ 2 സ്റ്റോക്കുകൾ തന്നിരുന്നു. ഇന്ന് സ്റ്റോക്കുകളെല്ലാം റെയിൽവേ സ്റ്റോക്കുകളാണ് ഇന്ന് കൂടുതലായിട്ടും ഫാളായത്. അതായത് റെയിൽവേക്ക് ഇപ്രാവശ്യം മോശമായ ബഡ്ജറ്റ് നിലയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ ഷെയറുകളെല്ലാം തന്നെ കൂപ്പുത്തുകയാണ് ചെയ്തത്. ഒന്ന് അംബുജ സിമൻ്റ് ആയിരുന്നു. അംബുജ സിമൻറ്റിൽ 692 ബൈ എൻട്രിയാണ്. നമുക്കത് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, രണ്ടാമത്തേത് 361 ആണ്. 361ൽ 986 ഓപ്പൺ ചെയ്ത ഷെയർ അവസാനത്തെ ക്യാൻഡിലാണ് 1032 വരെ പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് എൻട്രി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1002 എൻട്രി ലഭിച്ചു. നമുക്ക് 1016 വരെ ടാർഗറ്റുള്ളൂ. ഇന്നലെ ഞാൻ ക്രൂസർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതുവരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മിനിഞ്ഞാന്നത്തേക്ക്, അതായത് ഇന്നലത്തേക്ക് കൊടുത്ത സ്റ്റോക്കുകൾ എൻട്രി ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും പിറ്റേ ദിവസം നോക്കാം എന്നൊക്കെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നോക്കൂ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് നല്ല പ്രോഫിറ്റ് ഇതിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. എത്ര ആളുകൾ ഇത് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് നാളേക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഏത് ലെവൽ ക്രോസ് ചെയ്താൽ എൻട്രി എടുത്ത് പോകാം, അതോടൊപ്പം തന്നെ 2 സ്റ്റോക്കുകളും പരിചയപ്പെടാം. നിഫ്റ്റിയിൽ നമുക്ക് ഇന്നലെ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. 24,670. ഓക്കെ, ലൈന് കാണുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് കനം കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ താഴെ വരാമെങ്കിൽ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇന്നലെ കൊടുത്തതല്ല, ഇതിന് താഴെ നമ്മൾ നാളെ എടുക്കാൻ പാടുള്ളൂ. ഇതിന് താഴെയാണ് നല്ലത്. 23,980. ഓക്കെ, നിഫ്റ്റി നാളെ ഇതിന് താഴെ വരികയാണെങ്കിൽ താഴത്തേക്കും, 23,990 താഴെ വരികയാണെങ്കിൽ, 980 താഴെ വരികയാണെങ്കിൽ നമുക്ക് താഴേക്ക് എടുത്തു പോകാം. 24,670 മുകളിലേക്കും എടുത്തു പോകാം. നമുക്കിന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട്, അതും ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ കുറച്ച് ഫാസ്റ്റ്നെസ് ഉള്ളവർക്ക് മാത്രം ഇന്ന് സൂപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കായിരുന്നു. ഇന്നലെ പറഞ്ഞ ലെവൽ വെച്ച് നോക്കുമ്പോഴേ, ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ 15 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ ഇവിടെ അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നേരെ റിട്ടേൺ അടിക്കുകയാണ് ചെയ്തത്. ബൈ എൻട്രി കൊടുക്കുക, പക്ഷേ ബൈ എൻട്രി നമുക്കിവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് പിന്നെ രണ്ടാമതുള്ളത് ഇവിടെയാണ്. ഇവിടെയും നമുക്ക് പോസിബിൾ അല്ല. ഏതായിരുന്നാലും ഇതുപോലുള്ള മാർക്കറ്റിൽ പരമാവധി നിങ്ങൾ കൈകെട്ടി നോക്കിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് 23,980 താഴെയും 24,670 മുകളിലും നമുക്ക് എടുത്തു പോകാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ലോക്ക് താഴെ വരണം. ഇനി നാളെ വരികയാണെങ്കിൽ 51,340. ഓക്കെ, 51,340 താഴെ വരികയാണെങ്കിൽ മാത്രം താഴേക്ക് എടുത്തു പോകാം. മുകളിലേക്കാണെങ്കിൽ ഇവിടെ മുകളിലേക്ക് നാളെ ഇവിടെ ഒരു ട്രെൻഡ് ലൈന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകുകയാണ് നല്ലത്. ഒരു ലൈനുണ്ട്, ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഏകദേശം എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ നിങ്ങൾ ഈ ലൈന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ലൈൻ ഇടുകയാണെങ്കിൽ ഏത് സമയത്താണ് ഇത് ക്രോസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഏകദേശ രൂപം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് 52,750 മുകളിൽ നമുക്ക് മുകളിലേക്കും എടുത്ത് പോകാവുന്നതാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഇതാണ് നാളേക്കുള്ള ട്രേഡിംഗ് സെറ്റപ്പ്. 51,350 താഴെയും 51,340 താഴെയും 52,750 മുകളിലും. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നോക്കാം. ഒന്നാമത്തേത് ICICI ബാങ്കാണ്. ICICI ബാങ്കിൽ ബൈ എൻട്രിയാണ് 1246.
നാളെ ഈ ലൈന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോയി ഈ ലൈന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ നടുവിൽ വെച്ചിട്ട് ഈ 1246 വെച്ച് എടുത്താൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റോടുകൂടി പുറത്തേക്ക് വരാൻ പറ്റും. 1258 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിൽ പോകാനുള്ള സാധ്യത ICICI ബാങ്ക് അല്ലേ. എന്നിരുന്നാലും 1240 സ്റ്റോപ്പ് ലോസ് ഒക്കെ 1252 1255 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് പവർ ഗ്രിഡാണ്. പവർ ഗ്രിഡിലും ഒരു ബൈ എൻട്രി ആണുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ 339 ക്രോസ് ചെയ്യുകയാണെങ്കിൽ 340 എൻട്രി എടുക്കാം. 337 ചെറിയ സ്റ്റോപ്പ് ലോസ്, 343 344 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ സെർച്ച് ബാറിൽ പോയി @AOTRDE എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേഴ്സണലിൽ വരും. അവിടെ ഒന്ന് നിങ്ങൾക്ക് ഞാനുമായി ചാറ്റ് ചെയ്യാം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോട്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.